നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഒഴിച്ചുകൂടാനാവാത്തതാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ആ ഫാത്തിഹയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയാലോ? പരിശുദ്ധമായ റമളാൻ ഷരീഫ് റിയാള പൂർത്തിയാക്കി വീട്ടാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് പൂർത്തിയാക്കി വീട്ടാം. ഫാത്തിഹയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ ആഗ്രഹിക്കുന്നവര് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കൃത്യമായി കണ്ടു മനസ്സിലാക്കിയിട്ട് ഫാത്തിഹയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുക. അത് വലിയൊരു പ്രയാസമുള്ള സംഭവമൊന്നല്ല. വലിയ പ്രയാസമുള്ള വലിയ രൂപത്തിലൊക്കെ ചൊല്ലി തീർക്കുന്ന പൂർത്തിയാക്കി വീട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ റിയാള എങ്ങനെ പൂർത്തിയാക്കി വീട്ടാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ എന്താണ് റിയാള, എന്തിനാണ് റിയാള പൂർത്തിയാക്കി വീട്ടുന്നത്? ഇതൊക്കെ നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാളയും ആയത്തുൽ കുർസിയുടെ റിയാളയും സൂറത്തുൽ ഇഖ്ലാസിന്റെ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോ റിയാള നമുക്ക് ഫാത്തിഹയുടേതും പൂർത്തിയാക്കി വീട്ടാം. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയവരുണ്ട്. അതേപോലെ വിവിധങ്ങളായ റിയാളകൾ ചെയ്യുന്നവരുണ്ട്. നമ്മൾ തന്നെ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന്റെ പ്രത്യേകമായ റിയാള പലർക്കും നേരിട്ട് വരുമ്പോൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട സമയമാണ് ഞായറാഴ്ച 10 മണിക്ക്. നമുക്ക് ഫാത്തിഹയുടെ റിയാള പൂർത്തിയാക്കി വിട്ടുമ്പോൾ, ഫാത്തിഹ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കാണുന്ന 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ സ്വഹീഹാകില്ല. അത്രമേൽ നമ്മോട് ഇഴചേർന്ന് നിൽക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒരുപാട് പേരുകൾ ഫാത്തിഹയ്ക്കുണ്ട് എന്നും ആ പേരുകളൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചാണ് ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞ ഭാഗത്ത്, അല്ലെ? അപ്പൊ അതൊക്കെ കേട്ടവരാണ് നിങ്ങൾ. അപ്പൊ ഫാത്തിഹയുടെ മഹത്വവും ഫാത്തിഹയുടെ പവിത്രതയൊക്കെ മനസ്സിലാക്കി ഇനി ഇൻഷാ അല്ലാഹ് ഫാത്തിഹയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഒരാളിനി ഞാൻ ഫാത്തിഹയുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റൂല. കാരണം അവൻ 5 വഖത്ത് ഫർള് നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും ഓരോ നിസ്കാരത്തിലും അവൻ കൃത്യമായി ഫാത്തിഹ അക്ഷരസ്ഫുടതയോടുകൂടെ തജ്വീദ് അനുസരിച്ച് ഓതിയിട്ടില്ലെങ്കിൽ അവനക്ക് നിസ്കാരമേ ഇല്ല എന്നാണ് നമ്മുടെ ഫിഖഹിന്റെ ഭാഷ്യം. മനസ്സിലായല്ലോ? അപ്പൊ ഫാത്തിഹയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഫാത്തിഹ എല്ലാ ദിവസവും നമ്മൾ ഓതുന്നുണ്ട്, അല്ലേ? അപ്പൊ നമുക്കതിന്റെ റിയാള, അപ്പൊ നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ റിയാള അത് പൂർത്തിയാക്കി വീട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റും. റിയാള എന്ന് പറഞ്ഞാല് ആലിമീങ്ങളോടല്ല അല്ല നമ്മുടെ സംസാരം. അങ്ങനെയാവുമ്പോൾ അതിന് ചില ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. സാങ്കേതികമായ പദങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. ഇത് നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫാത്തിഹയുടെ ചെറിയ രൂപത്തിലുള്ള ഫാത്തിഹയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കടമ പൂർത്തീകരിച്ച് വീട്ടുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ആ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അതും ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ 2 രൂപത്തിലുള്ള റിയാള പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യാവുന്നതാണ്. 2ഉം കൂടെ ചെയ്യാവുന്നതാണ്. ചെയ്താലോ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതോ വമ്പൻ നേട്ടങ്ങളാണ്. അത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ടൊരു ഫാത്തിഹ നമ്മൾ ഏത് വിഷയത്തിന് ഓതുമ്പോഴും അത് മൂലമായിട്ട് നമുക്ക് ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങളാണ് ആ ഫാത്തിഹയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ നമുക്ക് ലഭിക്കുക. അപ്പോ നമ്മുടെ ജീവിതത്തില് ഫാത്തിഹയുടെ ഒരു മുഅക്കലുണ്ട് യഥാർത്ഥത്തില്. അതിപ്പോ നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് നമ്മൾ ഡിസ്പ്ലേയിൽ ശരിക്കും കാണിക്കേണ്ടതാണ്. നമ്മളിപ്പോ ഫാത്തിഹയുടെ റിയാള പറയുമ്പോൾ പ്രധാനമായിട്ട് ഓരോ ആയത്തുകളും ആ ആയത്തുകളുടെ അതനുസരിച്ച് ഓതി തീർക്കുന്ന രൂപമാണ് ഒന്ന്. മറ്റൊന്ന് ഫാത്തിഹയും അസ്മാഉൽ ഹുസ്നയും ഒരു കൃത്യമായ അനുപാതത്തിൽ എണ്ണം വെച്ച് ഓതുന്നതാണ്. മുഅക്കൽ എന്ന് പറയുമ്പോൾ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസത്തിലെ റൂഹാനികളും അതേപോലെ തന്നെ ഇസ്മുകളും എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നമ്മൾ ഓതുന്നതാണ് മുഅക്കൽ. അതിന് നമ്മൾ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന്ന് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇന്ന് നമ്മൾ ഫാത്തിഹയുടെ റിയാളയുമായി ബന്ധപ്പെട്ടൊരു ചെറിയ രൂപത്തിലുള്ള വിവരണം മാത്രമാണ് നമ്മൾ നൽകുന്നത്. ഈ റൂഹാനികളെ സ്വാധീനിക്കാനും മനുഷ്യരെ വശീകരിക്കാനും നന്മകൾ നേടാനും തിന്മകൾ തടുക്കാനും ഫാത്തിഹയെ ഒരു പ്രത്യേക രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം.
ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നേടിയെടുക്കേണ്ട നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, നമ്മുടെ ഒരു ആഫത്ത് നമ്മളിൽ നിന്ന് തട്ടിപ്പോകാൻ, നമ്മുടെ മക്കളൊക്കെ ജയിലിലകപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ടല്ലോ, അത്തരം കേസുകളിൽ നിന്നൊക്കെ നമ്മുടെ മക്കള് ജയിലിൽ നിന്നും മോചനം ലഭിക്കാനൊക്കെ ഫാത്തിഹയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയിട്ട് ഫാത്തിഹ ഓതിയിട്ടൊക്കെ നമ്മൾ ദുആ ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നുള്ളതാണ്. ഇങ്ങനെ റിയാളൊക്കെ പൂർത്തിയാക്കി വീട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആത്മീയമായ ഒരു സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ നമ്മൾ ഒരു ഒറ്റ തവണ തന്നെ ഫാത്തിഹ ഓതുമ്പോൾ നമ്മളിതിൻ്റെ റിയാള പൂർത്തിയാക്കി വീട്ടി അത് വളരെ മനസ്സിൽ ഹൃദയത്തിൽ നല്ല കാര്യത്തിൽ ഇത് കൊണ്ടു നടക്കുന്നു. അപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു വിഷയമാണ് അതൊക്കെ. അപ്പോൾ നമ്മുടെ ആളുകൾക്കിടയിൽ നമുക്കുണ്ടായിരുന്ന പ്രയാസങ്ങളും മറ്റുള്ളവരാൽ നമ്മൾ ബുദ്ധിമുട്ടാകുന്ന വിഷയങ്ങൾക്കൊക്കെ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഒരു പ്രത്യേക രൂപത്തിൽ ഇത് ഉപയോഗപ്പെടുത്താം. ഇതപ്പോൾ സുബഹിക്ക് ശേഷമോ രാത്രിയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് റിയാള. അപ്പോൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലെ ഓരോ ദിവസവുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ദിവസം തുടങ്ങാവുന്നതാണ്. ഞായറാഴ്ച തുടങ്ങുന്ന ഒരു രൂപമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ബിസ്മി ചൊല്ലിയിട്ടാണ് യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ആദത്ത് എല്ലാവർക്കും അറിയാലേ അല്ലെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ആദത്ത് എത്ര? 786 അല്ലേ? ഇൻഷാ അല്ലാഹ് 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ആദത്ത്. ഈ ആദത്ത് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ച അസ്മാഉൽ ഹുസ്നയുടെ റിയാളൊക്കെ പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയവരുണ്ടോ? അവരൊന്ന് എഴുതി അറിയിക്കണേ. അസ്മാഉൽ ഹുസ്നയെ കാണാതെ പഠിക്കാത്തവരെന്തായാലും ഉണ്ടാവില്ലല്ലോ. കാണാതെ പഠിച്ചവരും ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുതി അറിയിക്കണം. നമ്മൾ ഇത്രയും നാൾ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിപ്പോഴും തീർന്നിട്ടില്ല. ഓരോ ഇസ്മുകളെ കുറിച്ചും പറഞ്ഞു തീർക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണല്ലോ, അത് അനന്തമായി നിൽക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴൊക്കെ വളരെ ആവേശത്തോടു കൂടെ നിങ്ങളതൊക്കെ എഴുതിയെടുത്തവരാണ്. അസ്മാഉൽ ഹുസ്ന ഇനിയും കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകരുത്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചവർ ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുതി അറിയിക്കുക. അൽഹംദുലില്ലാഹ് എനിക്ക് കാണാതെ അറിയാം, ഞാൻ റിയാള വീട്ടി എന്നൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മൾ ഈ ഫാത്തിഹയുടെ റിയാളയും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഇസ്മിന്റെ ആദത്ത്, ഓരോ ആയത്തിന്റെയും ആദത്താണ് നമ്മൾ എടുക്കുക. ഓരോ ആയത്തിന്റെയും ആദത്ത് എടുത്തിട്ടാണ് നമ്മൾ അതിന്റെ റിയാള പൂർത്തിയാക്കി വിട്ടുക. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ആദത്ത് നമുക്ക് കൃത്യമായി അറിയാം. അത് 786 അതിന്റെ ആദത്ത്. അത് ആദ്യമായിട്ട് ചൊല്ലിത്തീർക്കുക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്നതിൽ വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അപാരമായ മഹത്വവും വലിയ പ്രതിഫലവും ലഭിക്കാൻ ഈ രൂപത്തിൽ ചെയ്താൽ പ്രത്യേകം അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ് ഓതേണ്ടത്. അത് എത്രയാണ് ഓതേണ്ടത്? അത് 616 തവണ. 616 തവണയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതേണ്ടത്. ഇത് ചിലപ്പോൾ ചില രൂപത്തിൽ അതെടുക്കുമ്പോൾ അത് നമുക്ക് 581 എന്നുള്ള ആയതും കിട്ടും. രണ്ട് രൂപത്തിൽ നമുക്ക് ഈ ഓരോ ആയത്തുകളുടെയും ഇസ്മിന്റെയും ആയത എടുക്കാം. രണ്ട് രൂപത്തിൽ എടുക്കുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ആയതുകൾ കിട്ടും. രണ്ടും ശരിയാണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ 581 എന്ന് കാണുമ്പോൾ ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അത് തെറ്റാണെന്നോ എന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കേണ്ട. അത് രണ്ട് രൂപത്തിൽ എടുത്തത് കൊണ്ട് വന്ന മാറ്റമാണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ നിങ്ങളോട് ചൊല്ലാൻ വേണ്ടി പറയുന്ന അതത് 616 തവണയാണ്, അല്ലെങ്കിൽ 581 തവണയും പൂർത്തീകരിച്ച് വിട്ടാവുന്നതാണ്. അവ രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിത് എഴുതി തയ്യാറാക്കിയിട്ടില്ല ഡിസ്പ്ലേയിൽ കാണിക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളിതൊരു പെണ്ണെടുത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിനെ 616 തവണ ഓർ ഒരു ബാർ ഇട്ടിട്ട് അല്ലെങ്കിൽ 581 തവണ എന്നുള്ളത് എഴുതി വെക്കാം. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിന്റെ ആദത്ത്. അപ്പോൾ അത് സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പോ ഏതു സമയമാണ് നാം ആദ്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആ സമയം തന്നെ എല്ലാ ആയത്തുകളും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതങ്ങനെ കൃത്യമായിട്ട് ചെയ്യുക 616 തവണ. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കഴിഞ്ഞു. അത് ഞായറാഴ്ചയാണ് നമ്മൾ ചൊല്ലിയത്. തിങ്കളാഴ്ച അർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്.
തിങ്കളാഴ്ച നമ്മൾ ചൊല്ലേണ്ടത് അർ-റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. അപ്പോ ഇനിയിപ്പോ ഒരാള് ബിസ്മി കൊണ്ട് തുടങ്ങി നോക്കുക. ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ബിസ്മി ആദ്യം ഞായറാഴ്ച തുടങ്ങണം. മനസ്സിലായല്ലോ? ഞായറാഴ്ച ബിസ്മി തുടങ്ങുക. ഇത് ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആദ്യം തുടങ്ങുന്ന രൂപമാണ് പറഞ്ഞത്. ബിസ്മി ഞായറാഴ്ച തുടങ്ങുക. അങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കട്ടോ. അപ്പോ തിങ്കളാഴ്ച ഇപ്പൊ നമ്മള് അർ-റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. അർ-റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അതത് 619 തവണയാണ്. ചിലപ്പോ അത് 618 ഒന്ന് കുറവായിട്ട് കാണും. ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചില ആളുകളൊക്കെ പറയുന്നിടത്ത് അത് നമ്മൾ ഈ എടുക്കുന്ന രൂപത്തിൽ വരുന്ന മാറ്റാണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അപ്പൊ 616 തവണ അർ-റഹ്മാനിർ റഹീം എന്നുള്ളത് ഓതുക. അതിനുശേഷം ചൊവ്വാഴ്ച മാലിക് യൗമിദ്ദീൻ എന്നുള്ളത്, മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് 242 തവണ. അവിടെ 241 തവണ എന്ന് ചിലപ്പോൾ കാണും. 242 തവണ മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് ഓതുക. ബുധനാഴ്ച ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് 856 തവണ. അത് 836 തവണയായിട്ടും ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പലരും പറയുന്നതായിട്ട് കേൾക്കും. അവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ വിശദീകരണമാണ്. അതൊന്ന് തെറ്റാണോ ഒന്ന് ശരിയാണെന്നല്ല, രണ്ടും എടുത്തതിലുള്ള രൂപത്തിലുള്ള വ്യത്യാസമാണെന്ന് അറിയിക്കണം. അപ്പൊ വ്യാഴാഴ്ച ബുധനാഴ്ച നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 856 തവണയാണ് നമ്മൾ ചൊല്ലിയത്. വ്യാഴാഴ്ച ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ബുധനാഴ്ച നമ്മൾ ചൊല്ലി. ഇനി വ്യാഴാഴ്ച ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് 1073 തവണ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് 1073 തവണയാണ് ചൊല്ലേണ്ടത്. അത് 1072 തവണയായിട്ടും കാണും, ഒന്ന് കുറവായിട്ട്. അതിനൊരു കൃത്യമായ കാരണമുണ്ട്. സാധാരണക്കാരത് കൂടുതൽ പറഞ്ഞ് അത് സങ്കീർണമാക്കണ്ടെന്ന് കരുതി പറയാതിരിക്കണേ. അപ്പൊ 1073 തവണയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ചൊല്ലേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് 1837 തവണ. 1837 തവണ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്നുള്ളത്. ശനിയാഴ്ച ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ എന്നുള്ളത് 4233 തവണ. ഈ പറഞ്ഞ രൂപത്തിൽ ഫാത്തിഹയുടെ ഓരോ ആയത്തുകളെയും ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാനുള്ള ഒരു ചെറിയ രൂപം. അല്ലാഹു നമുക്ക് അത് പൂർത്തിയാക്കി വീട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ഫാത്തിഹയുടെ റിയാള എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രൂപത്തിലുള്ള റിയാളയാണ്. മഹാന്മാരൊക്കെ വലിയ വലിയ റിയാളകളൊക്കെ ചെയ്യുന്നതാണ്. നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഒരു ദിവസം ഓരോ ആഴ്ചയിൽ ഓരോ ദിവസവും ചെയ്ത് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു വീട്ടാൻ പറ്റുന്ന റിയാദയുടെ രൂപമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ അറബി അക്ഷരമാലയുടെ എണ്ണങ്ങൾ, അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം എടുത്ത് കണക്കാക്കിയിട്ടുള്ള ആദതാണ് ഇതിന്റെ ആദത്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഉപാധിയോടുകൂടെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഗുരുവര്യരിൽ നിന്ന് ഇജാസത്തോടുകൂടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങള് കാര്യപ്പെട്ട ആലിമീങ്ങളെയും സാദാത്യങ്ങളെയൊക്കെ കാണുമ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ ഇജാസത്ത് വാങ്ങിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആ എഫക്റ്റ് ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ഒരു ആത്മീയമായ ഒരു അവലംബമില്ലാതെ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ അത് പലപ്പോഴും തിരിച്ചടിയായിട്ടൊക്കെ സംഭവിക്കാൻ കാരണം ഉണ്ടാവും. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഇത്തരം കാര്യങ്ങളുമായി ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുക. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിയാണ് ഉണ്ടാവുക. അവ സൂക്ഷിക്കണം, നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തണം. ഒരു രൂപം അതാണ്. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് അറബി മാസത്തിന്റെ 1-ാം തീയതി. അറബ് മാസം മാസപ്പിറവി ദൃശ്യമാകുമ്പോൾ നമുക്ക് അറബ് മാസം എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാലോ.
ആ അറബ് മാസത്തിന്റെ 1-ാം തീയതി കൃത്യമായിട്ട് എടുക്കുക. ആ 1-ാം തീയതി രാവിലെ 99 ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. അറബി മാസത്തിന്റെ രാവിലെ 99 ഫാത്തിഹ ഓതുക. അസ്മാഉൽ ഹുസ്ന ഒരു തവണ ഓതുക. 1 രൂപ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ രൂപമാണ് പറയുന്നത്. അപ്പോ അറബ് മാസത്തിന്റെ 1-ാമത്തെ രാവിലെ 99 ഫാത്തിഹ ഓതുക, ഒരു അസ്മാഉൽ ഹുസ്ന ഓതുക. 2-ാമത്തെ രാവിലെ 98 ഫാത്തിഹ ഓതുക, അസ്മാഉൽ ഹുസ്ന 2 തവണ ഓതുക. ഇങ്ങനെ നമ്മളിപ്പോ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായില്ലേ? ആദ്യത്തെ രാവിലെ അസ്മാഉൽ ഹുസ്ന 99 തവണ ഓതിയപ്പോ ഫാത്തിഹ 99 തവണ ഓതിയപ്പോ അസ്മാഉൽ ഹുസ്ന 1 തവണയാണ് ഓതിയത്. രണ്ടാമത്തതില് നമ്മള് ഫാത്തിഹ 98 തവണ ഓതിയപ്പോ അസ്മാഉൽ ഹുസ്ന 2 തവണയാണ് ഓതിയത്. ഇങ്ങനെ ഓരോ രൂപത്തിലും തുടർന്നുള്ള ഓരോ രാവുകളിലും ഈ ക്രമത്തില് ഫാത്തിഹയിലെ ഓരോന്ന് കുറയ്ക്കുകയും അസ്മാഉൽ ഹുസ്ന ഓരോന്ന് കൂട്ടുകയും ചെയ്യുന്ന രൂപത്തില് നമ്മള് ഫാത്തിഹയും അസ്മാഉൽ ഹുസ്നയും ഓതി തീർക്കുക. അങ്ങനെ ഓതി തീർത്തപ്പോ ആദ്യ രാവിലെ നമ്മൾ അസ്മാഉൽ ഹുസ്ന 1 ഓതിയപ്പോ 99 ഫാത്തിഹയാണ് ഓതിയത്. രണ്ടാമത്തെ രാവിലെ 98 ഫാത്തിഹ ഓതിയപ്പോ 2 അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലി. മൂന്നാമത്തെ രാവിലെ 97 ഫാത്തിഹ ഓതിയപ്പോ 3 അസ്മാഉൽ ഹുസ്ന നമ്മൾ ഓതി. ഇങ്ങനെ ഈ ക്രമത്തില് 15-ാം രാവ് വരെ നമ്മൾ തുടരണം. പിന്നെ 16-ാം രാവോ ആയി കഴിയുമ്പോൾ വിപരീത ക്രമത്തിലാണ് നമ്മൾ ഓതി തുടങ്ങേണ്ടത്. എങ്ങനെ വിപരീത ക്രമത്തില്? ഫാത്തിഹ ഓരോന്ന് കൂട്ടിക്കൊണ്ടുവരികയും അസ്മാഉൽ ഹുസ്ന കുറച്ചു കൊണ്ടുവരികയും ചെയ്യാം. ഇങ്ങനെ മാസാവസാനം വരെ ഇതിങ്ങനെ തുടർന്ന് നമ്മൾ ഓതിക്കൊണ്ടിരുന്നാൽ ഏതു കാര്യങ്ങളും അത് കാരണമായിട്ട് പൂർത്തീകരിച്ച് വീടി കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഏത് വിഷയങ്ങളിലും ആത്മീയമായിട്ട് ഒരു അവലംബം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ഏത് വിഷയങ്ങളിൽ നമ്മൾ ചതിപ്രയോഗങ്ങളിൽ പെടൂല, വഞ്ചനകളിൽ നമ്മൾ പെടൂല, ഒരാളെയും നമുക്ക് ചതിക്കാൻ കഴിയില്ല, ഒരാളുടെയും അസൂയ, അതേപോലെ സിഹർ, കണ്ണേറ് തുടങ്ങിയ ഇത്തരം മറ്റുള്ളവരുടെ ശത്രുതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവാൻ കാരണമാകുന്നതാണ്. നമ്മളിപ്പോ പ്രധാനമായിട്ട് ഫാത്തിഹയുടെ റിയാദൊക്കെ പൂർത്തിയാക്കി വീട്ടിൽ അനിവാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫാത്തിഹയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു സൂറത്തല്ലേ ഫാത്തിഹ. അപ്പൊ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തിന്റെയൊക്കെ റിയാദ പൂർത്തിയാക്കി വീട്ടിയാല് നമ്മളെപ്പോഴും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത് നിർബന്ധമായിട്ടും ചൊല്ലേണ്ടതാണ്. നമ്മൾ റിയാദയും കൂടി പൂർത്തിയാക്കി വീട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ കടപ്പാട് നമ്മൾ പൂർത്തിയാക്കി വീട്ടി. ഇനി നമ്മുടെ ജീവിത ശുദ്ധിയും കൂടി വന്നാല് നല്ല മാറ്റങ്ങളുണ്ടാവും. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നല്ല ശുദ്ധീകരണം വരാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. ശുദ്ധീകരണം എന്ന് വരാന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ ജീവിക്കാൻ തയ്യാറാവണം. മാക്സിമം പരമാവധി നമ്മളിപ്പോൾ ഫർദ് നിസ്കാരങ്ങളൊക്കെ സമയത്തിന് തന്നെ നിസ്കരിക്കാം. സമയത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില സഹോദരിമാരും ചില പുരുഷന്മാരൊക്കെ തിരക്കുകൾക്കിടയിലും സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവാം ളുഹർ ഇപ്പൊ നിസ്കരിക്കുന്നത് അസ്ർ ബാങ്ക് 3:50 സങ്കല്പിക്കാം. എന്നാൽ ളുഹർ നിസ്കരിക്കുന്നത് 3:45 എന്നാൽ 3:45 ളുഹർ നിസ്കാരം തുടങ്ങി 3:49 ആവുമ്പോഴേക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞു. സലാം വീട്ടുന്ന സമയത്ത് തന്നെ അസ്ർ ബാങ്ക് കൊടുക്കണം. അപ്പോൾ എനിക്ക് അസ്ർ നിസ്കരിക്കാം. യഥാർത്ഥത്തിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് നിസ്കരിച്ച് ഒറ്റ ഇരുത്തത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ചില എക്സാമുകൾ ഉണ്ടാകും. 1 സിറ്റിംഗ് 2 ഇയർ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഒരൊറ്റ ഇരുത്തത്തിൽ 2 നിസ്കാരങ്ങൾ നിസ്കരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിലും ഒരു ഡിലേ വരുന്നു. ഇപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹു 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾ കൃത്യമായി സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മോട് പറയുന്നു. നമ്മളത് കൃത്യമായ സമയത്തിന് നിസ്കരിക്കാതെ അത് ബന്ധിപ്പിക്കുന്നു. ളുഹർ ശരിക്കും 12:30 വാങ്ങി കൊടുത്താൽ 12:30 നിസ്കരിക്കുന്നില്ല. നമ്മൾ നിസ്കരിക്കുന്നത് ളുഹർ ഖളാ നേരത്തെ അവസാന സമയത്ത് കൊണ്ടുപോയി നിസ്കരിക്കുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹു പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ ബന്ധിപ്പിക്കൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത്തരം ആളുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണ്, ഒരു പരീക്ഷണമാണ്. എന്ത് അവരുടെ കാര്യത്തിലും ഒരു ബന്ധിപ്പിക്കലുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മക്കൾ പെട്ടെന്നാവില്ല.
അത് ഓന് അള്ള പറഞ്ഞ കാര്യത്തിൽ ഓനൊരു പിന്തൽ കൊടുത്തു. അപ്പോൾ ഓന്റെ കാര്യത്തിൽ ഒരു പിന്തല് ഒരു പരീക്ഷണമായിട്ട് വന്നു. വിവാഹ ആലോചന ശരിയായി വരുന്നില്ല. കാരണം ആ ആളോ അയാളുമായി ബന്ധപ്പെട്ട ആളോ ഒക്കെ ആയിട്ട് നിസ്കാരം എന്താക്കുന്നു, അതിനെ പിന്തിപ്പിക്കുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവന്റെ ജീവിതത്തിൽ അങ്ങനെ മാറ്റം വരുന്നു. ഏത് വിഷയത്തിലും നിങ്ങൾ നോക്കുക, എല്ലാ വിഷയം പെട്ടെന്ന് ശരിയാവാതെ കുറെ ഇങ്ങനെ ഡിലേ ആയി പോകുന്ന ആളുകളൊന്ന് പരിശോധിച്ച് നോക്കിയാല് അവരുടെ ജീവിതത്തിൽ അവര് ഈ ഫർള് നിസ്കാരം അത് സമയത്തിന് നിസ്കരിക്കാതെ പിന്തിപ്പിക്കുന്നവരായിരിക്കും. നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഒരു 100 ആളുകളെടുത്ത 90 ആളുകൾക്കും ആ ഒരു പരീക്ഷണം ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഫർള് നിസ്കാരങ്ങൾ അത് അവ്വല് വഖത്തിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. രണ്ടാമത്തേത് നമ്മുടെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, അത് വളരെ പ്രാധാന്യമുള്ള സുന്നത്ത് നിസ്കാരം. അത് നമുക്ക് നിസ്കരിക്കാൻ 1-2 മിനിറ്റ് മാത്രം സമയം ആവശ്യം ഉണ്ടാവുള്ളൂ. അത് വളരെ ആത്മാർത്ഥമായിട്ട് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുക. ഹദ്ദാദ് റാത്തീബ് ജീവിതത്തിൽ സ്ഥിരമായിട്ട് പതിവാക്കുക. ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലി തീരാൻ ഒരു 10 മിനിറ്റ് മതിയാവും, ഒന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ. അപ്പോൾ അതിന് കൂടുതൽ സമയമില്ലല്ലോ. ഒരു ദിവസം നമ്മൾ മൊബൈലിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഒരു ഹദ്ദാദ് റാത്തീബ് നമുക്ക് എല്ലാ ദിവസവും ചൊല്ലിക്കൂടെ? ഹദ്ദാദ് റാത്തീബ് സ്ഥിരമായി ചൊല്ലുക. സൂറത്തുൽ മുൽക്ക് ഉൾപ്പെടെയുള്ള, സൂറത്തുൽ വാഖിയ, സൂറത്തു യാസീൻ ഉൾപ്പെടെയുള്ള പതിവായി ഓതേണ്ട എല്ലാ സൂറത്തുകളും വളരെ ആത്മാർത്ഥമായിട്ട് ഓതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട, അനിവാര്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അസ്മാഉൽ ഹുസ്ന ഒഴിവാക്കാതിരിക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ഉന്നതി ലഭിക്കാൻ കാരണം. അസ്മാഉൽ ഹുസ്ന ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക, അത് കാണാതെ പഠിക്കുക. ഇങ്ങനെ പരമാവധി നമ്മളൊരു ചെറിയ രൂപത്തിലൊക്കെ ചിട്ടയിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ തയ്യാറായിട്ട് ഈ രൂപത്തിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു മാറ്റം വരുന്ന പോലെ തോന്നും. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, നമുക്ക് തോന്നും. അപ്പൊ നിങ്ങൾ ഇനി മുതൽ അത് വളരെയധികം ശ്രദ്ധിക്കുക, നിസ്കാരത്തിന്റെ കാര്യത്തിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ. പിന്നെ പരമാവധി മറ്റുള്ളവരുടെ അയ്ബുകൾ പറയാതിരിക്കുക, ഗീബത്ത് പറയാതിരിക്കുക. അത് നമ്മൾ നിസ്സാരമായി കാണരുത്. നമ്മളിങ്ങനെ വെറുതെ, നമുക്ക് അതിലൊരു പേടി വേണം. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ അത്രയും ശക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാണല്ലോ, ജീവിതകാലത്ത് നീ ഭക്ഷിച്ചതുപോലെ നീ ഭക്ഷിക്കൂ എന്നൊക്കെ പറയൂ. ആ രൂപത്തിലേക്ക് വലിയ ശിക്ഷ ലഭിക്കാൻ കാരണം നമ്മളൊരാളുടെ കുറ്റം പറയാനോ നിൽക്കണ്ട. ഒരാളെ കുറ്റം പറയുന്ന സ്ഥലത്ത് നമ്മൾ ഹാജരാവുകയും സാന്നിധ്യം ഉണ്ടാവുകയും വേണ്ട. ഒരാളെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ അവരുമായി ബന്ധപ്പെട്ട് ഒരു നെഗറ്റീവ്, ഒരു കുറ്റം നമ്മൾ പേറി നടക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ജീവിതത്തിൽ ശ്രദ്ധിച്ചാലും മതി, മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അതേപോലെ അംബിയാഇനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മത്ത് എന്നുള്ള വലിയ പദവി നൽകിയിട്ടുണ്ട്. അവർ പാപസുരക്ഷിതരാണ്, അവരുടെ അടുക്കലിൽ നിന്ന് തെറ്റുകളൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ മനുഷ്യരെങ്ങനെയല്ല, മനുഷ്യര് തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു സഹജതയോടുകൂടെ ജനിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ സംഭവിക്കുന്നതൊരു പ്രശ്നമല്ല. ആ തെറ്റുകൾ സംഭവിച്ചിട്ട് ഫൗറൻ നിലക്ക് നമ്മൾ വളരെ വേഗത്തിൽ തൗബയിലേക്ക് ഉളരണം, ഇസ്തിഗ്ഫാറിലേക്ക് ഉളരണം. അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം വലിയ രക്ഷ നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഫാത്തിഹയുടെയൊക്കെ റിയാദ വളരെ ആത്മാർത്ഥമായിട്ട് പൂർത്തീകരിക്കുക. അപ്പൊ അങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതിങ്ങനെ നമ്മുടെ ഏത് കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ഈ ഒരു ഫാത്തിഹ തന്നെ മതിയാകുന്നതാണ്. നമ്മൾക്കൊരു കൂട്ടുകാരനായിട്ടൊരു റൂഹാനി, പ്രത്യേകമായിട്ട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അവലംബം നമുക്കുണ്ടാകും. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അവസാനത്തെ രാത്രിയിൽ ഇതിങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു 600 ഫാത്തിഹ കൂടി ഓതണം. ഓതുമ്പോഴോ അതിനുശേഷമോ സംസാരിക്കാതെ തന്നെയാണ് ഓതേണ്ടത്. എന്നിട്ട് വലതുവശത്ത് ചെരിഞ്ഞ് ഖിബിലക്ക് മുഖം വെച്ച് കിടക്കണം. ആ കിടത്തത്തിലെ സ്വപ്നത്തിലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമീപനം നമുക്കുണ്ടാകും, ആത്മീയമായിട്ടുള്ള. അത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നതാണ്. ഇതിപ്പോ ചില ആളുകളൊന്നും ഈ ഭാഗം കേട്ടിട്ടുണ്ടാവില്ല. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ ഇടയ്ക്ക് പറഞ്ഞത്.
അപ്പൊ ഇതിങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്ത അവസാനത്തെ രാത്രിയിൽ നമ്മൾ 600 ഫാത്തിഹ കൂടി ഓതിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുഖം വെച്ചങ്ങനെ കിടന്ന് ആ കിടത്തത്തിൽ ഇൻഷാ അല്ലാഹ് സ്വപ്നത്തിൽ നമ്മുടെ ആ വിഷയത്തിലുള്ള നല്ല ഒരു ഫുതൂഹ്, ഒരു ഫതഹ് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നതാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ, നല്ല ഫലം ഉണ്ടാകും, അനുഭവം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റിയാദകൾ നമ്മൾ പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ട്. ഫാത്തിഹയുടെ റിയാദയും പൂർത്തിയാക്കി വീട്ടാൻ ഉദ്ദേശിക്കുന്നവർ വളരെ ആത്മാർത്ഥമായി പൂർത്തിയാക്കി വീട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ സവിശേഷമായ ദിവസങ്ങളും സമയങ്ങളൊക്കെയാണ്. നമ്മുടെ സമയമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.